പ്രൈസ് ദി ലോർഡ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. ദൈവമക്കളെ, യേശു കർത്താവ് നമ്മുടെ രക്ഷകനായ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനായ യേശു അവൻ വാമൊഴിയായി പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ ഇരുട്ടിൽ നടക്കാതെ വെളിച്ചം ഉള്ളവരാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നമ്മോട്, യേശു കർത്താവ് നമ്മോട് പറയുകയാണ്, ഞാൻ വെളിച്ചമാണ്. എന്നിൽ നടക്കുന്നവർ ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് നമ്മെ ഓർപ്പെടുത്തുന്ന കർത്താവ് ദൈവത്തിന്റെ വചനങ്ങള് നമ്മൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ എന്തുണ്ട്? നമ്മൾ വെളിച്ചമുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവിൽ ഹല്ലേലൂയ ഇരുട്ട് ഒട്ടുമില്ല. അവൻ വെളിച്ചമാണ്. ഹല്ലേലൂയ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു. അവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ വെളിച്ചമാണ്. അവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളോ അതിനെ പിടിച്ചെടുക്കുകയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവന് ദൈവം അയച്ചിട്ടാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ദൈവം അയച്ചിട്ടാണ്. ദൈവം, പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അവനെ അയച്ചു. അവൻ ഇവിടെ വന്നു. ഹല്ലേലൂയ. അവൻ വന്നിട്ട് നമ്മളെ എല്ലാം യഥാസ്ഥാനത്താക്കുകയാണ്. അവൻ ആ ഇരുട്ടിനെ മൊത്തം മാറ്റിക്കളയുകയാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു, ഹല്ലേലൂയ, പിതാവാം ദൈവത്തിനെ പറ്റി, രക്ഷയെ പറ്റി, ഹല്ലേലൂയ, പഴയ നിയമ കാലഘട്ടത്ത് നമ്മൾ മനുഷ്യൻ പാപം ചെയ്താൽ ഒരു കുറുപ്രാവിനെയോ ഒരു ആട്ടുകൊറ്റിനെയോ പ്രകാരത്തിൽ കൊണ്ടുവന്ന് പുരോഹിതന്റെ കയ്യിൽ കൊടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെ അതിന്റെ തലയിലേക്ക് വെച്ച് നമ്മൾ പാപപരിഹാരത്തിനായി യാഗം കഴിക്കണം. പക്ഷേ പുതിയ നിയമത്തിലോ നമുക്കെല്ലാവർക്കും വേണ്ടി ആ ക്രൂശിന്മേൽ കർത്താവായ യേശു ക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി പരമയാഗമായി തീർന്നു. അവന്റെ ഹല്ലേലൂയ, അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം നദി പോലെ ഒഴുകി നമ്മുടെയൊക്കെ ശരീരത്തിലേക്ക് ആ രക്തം വന്ന് നമുക്ക് നിത്യമായ സമാധാനം, നദി പോലുള്ള സമാധാനം ദൈവം നമുക്ക് തന്നു. ആ കാര്യമാണ് യേശു പറയുന്നത്. അവിടെ ആ കാര്യം യേശു പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നമ്മൾ ഹല്ലേലൂയ. മലമേലിരിക്കുന്ന പട്ടണത്തെ മറിഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല, തണ്ടിൻ കീഴിൽ അത്രേ വെക്കേണ്ടത്. നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് എങ്ങനെയാണ്? തണ്ടിന്മേലാണ് വെക്കേണ്ടത്, പറയിൻ കീഴിലല്ല വെക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവം നമ്മോട് പറയുകയാണ്, ഹല്ലേലൂയ, നമ്മൾ വിളക്ക് മലയുടെ മുകളിൽ ഇരിക്കുന്നത്, ഹല്ലേലൂയ, അത് മറിഞ്ഞിരിക്കുവാനായിട്ട് സാധ്യമല്ല. വിളക്ക് കത്തിച്ചിട്ട് പറയിൻ കീഴിലല്ല വെക്കേണ്ടത്, അത് തണ്ടിന്മേലാണ് വെക്കേണ്ടത്. ആ വിളക്ക് എല്ലാവരും കാണത്തക്കവണ്ണം, അത് പ്രകാശിക്കത്തക്കവണ്ണം അത് തണ്ടിന്മേൽ തന്നെയാണ് ഇരിക്കേണ്ടത് എന്ന് യേശു നമ്മെ ഓർപ്പെടുത്തുകയാണ്. സങ്കീർത്തനം 27-ാം അധ്യായം 1-ാം വാക്യം, യഹോവ എന്റെ വെളിച്ചം, എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ദാവീദ് പറയുകയാണ്, യഹോവ എന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. എനിക്ക് വെളിച്ചമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ വനാന്തരത്തിൽ ആട് നോക്കിക്കൊണ്ടിരുന്ന കാലഘട്ടം. ഹല്ലേലൂയ. വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തില് ഞാൻ വനാന്തരത്തിൽ ആട് നോക്കിക്കൊണ്ടിരുന്ന കാലഘട്ടം. എനിക്ക് വെളിച്ചമില്ലായിരുന്നു. ആ വെളിച്ചമില്ലായിരുന്ന കാലഘട്ടത്ത് യേശു കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് വന്നു. യേശു കർത്താവ് എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് വെളിച്ചമുണ്ടായി. എനിക്ക് വെളിച്ചമുണ്ടായപ്പോൾ എന്റെ മുമ്പിലുള്ള ഇരുട്ടുകളെല്ലാം മാറിപ്പോയി. ഞാൻ ചെന്ന്
ദൈവത്തിന് അഭിഷേകം എന്റെ മേൽ വന്നപ്പോൾ മലനായ ഗോലിയാത്തിനെ കേവലം കുറച്ച് കല്ലുകളുണ്ട് അവനെ ഞാൻ കൊന്നുകളഞ്ഞു. ദൈവം എന്നെ അഭിഷേകം ചെയ്തു. ഞാൻ ഇസ്രായേലിന്റെ രാജാവായി എങ്കിലും ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ വീണ്ടും പ്രതിസന്ധി, ശത്രുക്കള്, വളരെയധികം ശത്രുക്കൾ എന്റെ നേരെ തിരിഞ്ഞു വന്നു. എന്റെ മകനായ അബ്സലോം, ഹല്ലേലൂയ, എന്റെ അമ്മായിപ്പനായ ശൗല്, അങ്ങനെ പലരും എന്റെ എല്ലാ ശത്രുക്കളും എനിക്കെതിരെ തിരഞ്ഞു വന്നുവെങ്കിലും യഹോവ തന്റെ ദൂതന്മാർക്ക് എനിക്ക് ചുറ്റും പാളയമിറങ്ങി എന്നെ വിടുവിച്ച ദൈവമാണ് എന്റെ ദൈവം. അതുകൊണ്ട് ദാവീദ് തന്റെ ജീവിതാനുഭവത്തിൽ ദാവീദ് പറയുകയാണ്, യഹോവ എന്റെ വെളിച്ചം, എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ഹല്ലേലൂയ. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. ദാവീദ് പറയാണ്, യഹോവ എന്റെ ജീവന്റെ ബലമാണ്. ഹല്ലേലൂയ. യഹോവ എന്റെ ജീവന്റെ ബലമാണ്, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. യഹോവ എന്റെ വെളിച്ചമാണ്, എന്റെ രക്ഷയാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലമാണ്, ഞാൻ ആരെ എനിക്ക് ജീവിതത്തിൽ പേടിക്കുവാൻ ഒന്നുമില്ല. ഞാൻ ഇരുള് ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യേശു കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ, എന്റെ ജീവിതത്തിൽ യേശു കർത്താവ് വന്നപ്പോൾ ഞാൻ യേശു കർത്താവിനെ സ്വീകരിച്ച് സ്നാനമേറ്റ് അവന്റെ വചനങ്ങളെ പ്രമാണിച്ച് അവന്റെ വചനങ്ങളെ ഏറ്റുപറഞ്ഞ് അവനിൽ വിശ്വസിച്ച് അവരോട് പറ്റിച്ചേർന്ന് ഞാൻ ജീവിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ മുഴുവനും വെളിച്ചമായി തീർന്നു. ഇരുട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ആ ഇരുളുണ്ടല്ലോ, ആ ഇരുള് പോയി. എന്റെ ജീവിതത്തിൽ യേശു വന്നപ്പോൾ, യേശു എന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ യേശു പറയുകയാണ്, നീ ഇരുള് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ പോയി കഴിഞ്ഞു. അതുകൊണ്ട് നീ എന്ത് ചെയ്യാണ്? നീ ഒരു പ്രകാശ ഗോളമാണ്. നീ എന്ത് ചെയ്യാണ്? എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. ജാതികളുടെ മേലെയാണ് കൂരിട്ട് മൂടുന്നത്, നിന്റെ മേലോ യഹോവ ഉദിക്കും. ഹല്ലേലൂയ. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുക, 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചവൻ. ഹല്ലേലൂയ. ദൈവം എങ്ങനെയാണ് 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച അത്രയ്ക്ക് ശോഭയുള്ളവനാണ് ദൈവം. ആ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ്, നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. മോശ 40 ദിവസം യഹോവയായ ദൈവത്തോടു കൂടെ ഹല്ലേലൂയ പർവ്വതത്തിൽ ഇരുന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് മോശയുടെ നേരെ നോക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അവന്റെ ശരീരം മൊത്തം പ്രകാശമയമായിരുന്നു. അവരിൽ നിന്ന് ശക്തിയായ പ്രകാശങ്ങൾ ഉറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ജാതികളുണ്ടല്ലോ, ജാതീയ രാജാക്കന്മാരുണ്ടല്ലോ, അവരൊക്കെ എന്താണ്? നിന്റെ പ്രകാശത്തിലേക്ക് വയ്ക്കും. രാജാക്കന്മാർ നിന്റെ ഉഭയശോഭയിലേക്ക് വരും. നീ തലവൊക്കെ ചുറ്റും നോക്കുക, അവരെല്ലാവരും ഒന്ന് ചൂടി നിന്റെ അടുക്കൽ വരുന്നു. നീ തലമുക്കി നോക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി എവിടെ വരുന്നു? നിന്റെ അടുക്കിലേക്ക് വരികയാണ്. കാരണം നിന്നിൽ മാത്രമാണ് പ്രകാശമുള്ളത്. മറ്റുള്ള എല്ലായിടത്തും എങ്ങനെയാണ്? കൂരിരുട്ടാണ്. അവർക്കൊക്കെ ജാതികൾക്ക് എന്താണ്? ഇരുട്ടാണ്. പ്രകാശമുള്ളത് നിനക്ക് മാത്രമാണ് പ്രകാശമുള്ളത് എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിൽ 19-ാം വാക്യത്തിൽ പറയുകയാണ്, ഇനി പകൽ നേരത്തിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിന്റെ നിത്യപ്രകാശവും നിന്റെ ദൈവവും നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ നീ മറഞ്ഞു പോകുകയുമില്ല. ഇനി പകൽ നേരത്ത് പറയുകയാണ്, ഇനി പകൽ നേരത്ത് നിനക്ക് പ്രകാശം തരുന്നത് സൂര്യനല്ല, രാത്രി നിനക്ക് പ്രകാശം തരുന്നത് ചന്ദ്രനല്ല. ഹല്ലേലൂയ. യഹോവയാണ് നിന്റെ നിത്യപ്രകാശം. യഹോവയാണ് നമുക്ക് പ്രകാശം തരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യഹോവ നിന്റെ പ്രകാശവും ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. നിന്റെ സൂര്യൻ ഉണ്ടല്ലോ, നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ എന്തുവഴിയാണ്? മറഞ്ഞു പോവുകയില്ല. കാരണം ദൈവമാണ് നിന്റെ സൂര്യൻ. ഹല്ലേലൂയ. ദൈവം നിന്നിൽ വാസം ചെയ്യുകയാണ് എന്ന് പറയുകയാണ്. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. നിന്റെ ജനമൊക്കെയും
നീതിമാന്മാരാകും. ഹല്ലേലൂയ. അങ്ങനെ ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ഇരുട്ടുകളും എല്ലാ ദുഃഖങ്ങളും മാറിപ്പോകും. നമുക്ക് ശാശ്വതമായ സമാധാനം ദൈവം നമുക്ക് തരുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചത്തിൽ ആകും. ഹല്ലേലൂയ. പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചത്തിൽ ആകും. യേശു കർത്താവ് വാമൊഴിയായി പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. എന്നിൽ നടക്കുന്നവര്, എന്നെ സ്വീകരിച്ച്, യേശുവിനെ സ്വീകരിച്ച് വിശ്വാസ സ്നാനമേറ്റ് അവനോട് ചേർന്ന് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിത്യപ്രകാശം, യേശു എന്ന പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഇരുളുകളെല്ലാം മാറിപ്പോകും. അത് നിത്യപ്രകാശമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി നിനക്ക് പകൽ പ്രകാശം തരുന്ന സൂര്യനല്ല, രാത്രി ചന്ദ്രനുമല്ല, ദൈവമാണ് നിന്റെ പ്രകാശം. നിന്റെ നിത്യ തേജസ്, ദൈവത്തിന്റെ തേജസ് നിന്നിലേക്ക് വരികയാണ്. അതുകൊണ്ട് ജാതികൾ മുഴുവനും നിന്റെ അടുക്കിലേക്ക് വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീ ഇപ്പൊ പ്രകാശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ ചന്തസ്ഥലത്തേക്ക് പോയി, ഹല്ലേലൂയ, എഴുന്നേറ്റ് പ്രകാശിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ നീ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുക. കാരണം നിന്റെ യേശു നിന്റെ ഹൃദയത്തിലുണ്ട്. ജാതികളുടെ മേലോ അന്ധകാരം ആണ്. ജാതികളുടെ മേൽ അന്ധകാരം മൂടുകയാണ്. ഹല്ലേലൂയ. നിന്റെ മേലോ യഹോവ ഉദിക്കും. നമ്മുടെ ദൈവമക്കളുടെ മേലിൽ യഹോവ ഉദിക്കുമാണ്. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടട്ടെ, നിന്റെ മേലോ യഹോവ ഉദിക്കും. നമ്മുടെ മേൽ ദൈവം ഉദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ മൊത്തം പ്രകാശമാണ്. നമുക്കെല്ലാ നന്മകളും ദൈവം തരുമെന്നാണ് ദൈവം നമ്മെ ഓർപ്പെടുത്തുന്നത്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.